നിങ്ങളൊരു ദിവസം ഒരു ഭൂഖണ്ഡത്തിൽ അകപ്പെട്ടു എന്ന് കരുതുക. മുഴുവൻ മഞ്ഞിനാൽ മൂടിക്കിടക്കുന്ന തൂവെള്ള നിറമെങ്ങും കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം കാലാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഭക്ഷണമോ ലിക്വിഡായിട്ടുള്ള ശുദ്ധജലമോ ഇല്ലാത്ത നിങ്ങൾ -90 ഡിഗ്രിയിൽ അന്തരീക്ഷത്തിൽ അനുഭവിക്കുന്നൊരു പ്രത്യേകതരം അന്തരീക്ഷത്തിൻ്റെ പേരാണ് അന്റാർട്ടിക്ക. എല്ലാവർക്കും ഫൺമേഡ് വേയുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അന്റാർട്ടിക്കയെക്കുറിച്ചാണ് നോക്കുന്നത്. ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ 4 ഇന്ത്യ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അന്റാർട്ടിക്കയുടെ വലുപ്പത്തിനൊപ്പം നമുക്ക് എത്താൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ അന്റാർട്ടിക്കയുടെ 97.6% മഞ്ഞിനാൽ മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണ്. 1820 ഫാബിയ ഗോട്ട്ലേ ആണ് അന്റാർട്ടിക്ക ആദ്യമായിട്ട് കണ്ടെത്തിയത്. ശരാശരി 2 കിലോമീറ്റർ കട്ടിക്ക് മഞ്ഞിനാൽ മൂടിക്കിടക്കുന്ന പ്രദേശമാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ 71% ജലമുണ്ടെങ്കിലും അതിൽ തന്നെ 3% മാത്രമാണ് ശുദ്ധജലമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 3%-ൽ തന്നെ 20% മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള 80% ശുദ്ധജലവും അന്റാർട്ടിക്ക പോലുള്ള ധ്രുവ പ്രദേശങ്ങളിൽ ലോക്ക്ഡ് ആയിട്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേനും കിലോമീറ്ററുകൾ ആഴത്തിലുള്ള മണ്ണിനടിയിൽ ധാരാളം തടാകങ്ങൾ കാണപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ്. ഇതുപോലെ മഞ്ഞിനടിയിൽ മഞ്ഞിനാൽ മൂടിക്കിടക്കുന്ന പ്രദേശത്തിൻ്റെ അടിയിൽ എങ്ങനെ തടാകങ്ങൾ കാണാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് കോടി വർഷങ്ങൾക്ക് മുമ്പ് അന്റാർട്ടിക്ക സാധാരണ മരങ്ങളും ജീവികളും താഴ്വാരങ്ങളും ഒക്കെയുള്ളൊരു ഭൂഖണ്ഡമായിരുന്നു. പിന്നീട് കോടിക്കണക്കിന് വർഷം ഇങ്ങനെ മഞ്ഞ് പെയ്താണ് ഇന്ന് കാണുന്ന രീതിയിൽ അന്റാർട്ടിക്ക രൂപം കൊണ്ടത്. ഈ ഭൂഖണ്ഡത്തിൽ മാത്രമാണ് നമുക്ക് സ്ഥിരമായിട്ട് മനുഷ്യവാസം ഇല്ലാത്തത്. ഈ ഭൂമിയിലുള്ള മറ്റേത് സ്ഥലങ്ങളിൽ നോക്കിയാലും നമുക്ക് ഒരാളെയെങ്കിലും ഒരു മനുഷ്യനെങ്കിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഇത്രയും വിജനമായ ഒരു ഭൂഖണ്ഡത്തിൽ ഒരു മനുഷ്യനെ പോലും നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ പഠനാവശ്യങ്ങൾക്കും ചില വിനോദസഞ്ചാരികൾക്ക് മാത്രമാണ് ഇങ്ങോട്ടുള്ള പ്രവേശനമുള്ളത്. 6 മാസം സ്ഥിരമായിട്ടുള്ള പകലും 6 മാസം സ്ഥിരമായിട്ടുള്ള രാത്രിയും മാത്രമാണ് ഇവിടെ ഉള്ളത്. 6 മാസം വിൻ്ററും 6 മാസം സമ്മറും ഇവിടെ നിലവിലുണ്ട്. അന്റാർട്ടിക്കയിൽ നമുക്ക് ധാരാളം അഗ്നിപർവ്വതങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതുവരെ 138 അഗ്നിപർവ്വതങ്ങൾ അന്റാർട്ടിക്കയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും വലുത് മൗണ്ട് സിഡ്നിയും മൗണ്ട് എയർബസുമാണ്. അന്റാർട്ടിക്കയിൽ ചില ജീവിവർഗ്ഗങ്ങളും നമുക്ക് കാണാൻ പറ്റും. പ്രധാനമായിട്ടും പെൻഗ്വിനുകൾ, പിന്നെ അതുപോലുള്ള ചെറിയ ബാക്ടീരിയാസ് ഒക്കെ അന്റാർട്ടിക്കയിൽ നമുക്ക് കാണാൻ പറ്റും. അന്റാർട്ടിക്കയുടെ തീരപ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടും ഇവയെല്ലാം കണ്ടുവരുന്നത്. കാരണം അന്റാർട്ടിക്കയുടെ ഉള്ളിലേക്ക് പോകും തോറും അതികഠിനമായിട്ടുള്ള കാറ്റും അതികഠിനമായിട്ടുള്ള അന്തരീക്ഷവുമാണ് ഫേസ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും പെൻഗ്വിനുകളൊക്കെ കാണുന്നത് നമ്മുടെ അന്റാർട്ടിക്കയുടെ തീരപ്രദേശങ്ങളിലാണ്. അന്റാർട്ടിക്കയുടെ തണുപ്പിനടിയിൽ കിലോമീറ്ററുകൾ ആഴത്തിൽ ചില ബാക്ടീരിയകളും വൈറസുകളും ജീവനോടെ തന്നെ ഉണ്ട്. ഗവേഷകരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്റാർട്ടിക്കയുടെ ഈ ഒരു തണുപ്പിനടിയിൽ ഡ്രില്ല് ചെയ്തിങ്ങനെ നോക്കിയപ്പോൾ പല ബാക്ടീരിയാസും പല ജീവിവർഗ്ഗങ്ങളും ഇതിനുള്ളിൽ ഇത്രയും കഠിനമായിട്ടുള്ള ഒരു കാലാവസ്ഥയിലും ജീവനോടെ ഉണ്ടെന്ന് കണ്ടെത്താനായി. അതിൻ്റെ അർത്ഥമെന്ന് പറയുമ്പോൾ തണുത്തുറഞ്ഞ പല ഗ്രഹങ്ങളിലും ജീവൻ്റെ സാന്നിധ്യം കാണാമെന്നുള്ളൊരു അറിവ് ശാസ്ത്രലോകത്തിന് കിട്ടുകയാണ്. ഒരു രാജ്യങ്ങളുടെയും ആണവ പരീക്ഷണങ്ങളും മറ്റൊരു തരത്തിലുള്ള ആക്ടിവിറ്റീസും അന്റാർട്ടിക്കയിൽ നടക്കാറില്ല. ഒരു രാജ്യങ്ങളുടെയും ആണവ പരീക്ഷണങ്ങളോ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസും അന്റാർട്ടിക്കയിൽ അനുവദിക്കാറില്ല, അല്ലെങ്കിൽ അന്റാർട്ടിക്കയിൽ കണ്ടുവരാറില്ല, നടക്കാറില്ല. അന്റാർട്ടിക്കയിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിലനിർത്തുക എന്നുള്ളത് ഓരോ ലോകരാജ്യങ്ങളുടെയും അവകാശമാണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്റാർട്ടിക്കയിലെ വെറും 20% മഞ്ഞുരുകിയാൽ തന്നെ നമ്മുടെ പല തരത്തിലുള്ള പല ദ്വീപുകളും നമുക്കിത് കാണാൻ പറ്റില്ല. അതെല്ലാം വെള്ളത്തിനടിയിലേക്ക് ആയിപ്പോകും. ശരാശരി 100 കിലോമീറ്ററിന് മുകളിൽ സ്പീഡിൽ വീശുന്ന ശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റുകളും അന്റാർട്ടിക്കയിൽ കണ്ടുവരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു മനുഷ്യന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല, അവിടെ അതിജീവിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അന്റാർട്ടിക്ക ഇതുപോലെ തന്നെ നിലനിർത്തുക, അല്ലെങ്കിൽ അന്റാർട്ടിക്കയിൽ മറ്റൊരു തരത്തിലുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസും ഇൻവോൾവ് ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അന്റാർട്ടിക്കയെ സംരക്ഷിക്കുന്ന എല്ലാ ലോകരാജ്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.